കർഷകനും ചിത്രകാരനും കൈകോർത്തപ്പോൾ നെൽച്ചെടികളിൽ വിരിഞ്ഞത് അനന്തശായിയായ മഹാവിഷ്ണുവിന്റെ രൂപം. ആറന്മുള സ്വദേശിയായ ഉത്തമൻ ആണ് ചെറുപുഴക്കാട് ദേവീക്ഷേത്ര ഭൂമിയിൽ ഏറെ വ്യത്യസ്തതകൾ നിറഞ്ഞ കൃഷിക്കാഴ്ച ഒരുക്കിയിട്ടുള്ളത്. പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട്. ശബരിമലയും ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രവും ഉൾപ്പെടെയുള്ള 100ഓളം ക്ഷേത്രങ്ങളിൽ കർക്കടക മാസത്തിൽ നടക്കുന്ന നിറപുത്തരി ചടങ്ങുകൾക്കായി സമർപ്പിക്കാനാണ് ഉത്തമൻ ഇവിടെ നെൽവിത്തുകൾ പാകിയിട്ടുള്ളത്. മലയാളികൾക്ക് അത്രയൊന്നും പരിചിതമല്ലാത്ത വിദേശ ഇനങ്ങളും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവയുമായ നെൽച്ചെടികളാണ് ഇവിടെ നട്ടുവളർത്തുന്നത്. മുല്ലപ്പൂവിന്റെ മണമുള്ള തായ്ലൻഡ് ജാസ്മിൻ അമേരിക്കക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട നെല്ലിനമാണ്. പച്ചവെള്ളത്തിലിട്ട് വെച്ചാൽ അരമണിക്കൂറോളം സമയം കൊണ്ട് ചോറായി മാറുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അഖോനി ബോറയും നേത്ര ആരോഗ്യത്തിന് സിദ്ധൌഷധമായി കണക്കാക്കുന്ന ഉത്തരേന്ത്യൻ ഇനമായ കറുപ്പ് കമ്പനിയും കൃഷ്ണ കാമോദ്, കല്യാണി വയലറ്റ് എന്നിവയുമാണ് പൂർണ്ണമായും ജൈവ രീതിയിൽ ഇവിടെ കൃഷി ചെയ്യുന്നത്. നെൽക്കറ്റകൾ തികച്ചും സൗജന്യമായാണ് ക്ഷേത്രങ്ങൾക്ക് നൽകുന്നതും. കേരളത്തിന് വെളിയിൽ നിന്നുള്ള വിത്തായതുകൊണ്ട് നമ്മുടെ മഴയെ വളരെയധികം ദോഷം ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ ഒരു രാസവളവും ചെയ്യാതെ ജൈവ വളത്തിൽ തന്നെ നമ്മളിത് കൃഷി ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നത്. പുതിയ തലമുറ ഈ വിത്തിനങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കാനും കൃഷിയിലേക്ക് ആകർഷിക്കാനും വിത്തിനങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടും ഒരുപാട് സ്കൂളുകളിൽ ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. കർഷകനായ ഉത്തമനൊപ്പം സുഹൃത്തും ചിത്രകാരനുമായ അഖിലും ചേർന്ന മുൻപും ശ്രദ്ധേയമായ ദേവദാരുക്കൾ കൃഷിയിടങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതുപോലെ യേശുക്രിസ്തുവിൻ്റെ അയ്യപ്പൻ്റെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഇപ്പോൾ സ്കൂളുകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും അധികം ചിത്രങ്ങൾ വരച്ച് ചെയ്യാനായിട്ട് വിളിക്കുന്നുണ്ട്. ആദ്യം ചെയ്ത അയ്യപ്പൻ്റെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. അത് നല്ല വ്യൂ ലഭിച്ചിട്ടുണ്ട്. സ്കൂളുകൾ അടക്കമുള്ള നിരവധി സ്ഥാപനങ്ങളിൽ നിന്നും നെൽച്ചെടികൾ കൊണ്ട് ചിത്രം വരയ്ക്കാൻ ഇരുവർക്കും ക്ഷണം ലഭിക്കുന്നുണ്ട്. നെൽവിത്തുകൾ കൊണ്ട് മുരുകന്റെ രൂപം വരയ്ക്കാൻ പഴനിയിലേക്കും ക്ഷണം കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ ഇരുവരും.